പതിവ് ബലിയർപ്പണത്തിൽ മാറ്റം വരുത്തി നവവൈദികൻ കല്ലറയിലേക്ക്. ഒരു നവവൈദികൻ സാധാരണ പതിവ് ബലിയർപ്പണ രീതിയിൽ മാറ്റം വരുത്തി. പൗരോഹിത്യ ശുശ്രൂഷ വളരെ വ്യക്തിപരമായ രീതിയിൽ ആരംഭിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി. ഒത്തിരി നാളത്തെ പ്രാർത്ഥനയുടെയും സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ പിൻബലത്തിലാണ് ഏതൊരു വ്യക്തിയും ശുശ്രൂഷാ ജീവിതം തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, പ്രത്യേകിച്ച് ഒരു വൈദികനാവുക അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ആവുക എന്ന വിളി പൂർത്തിയാകണമെങ്കിൽ അനേകരുടെ പ്രാർത്ഥനയും പിൻബലവും കൂടിയേ തീരൂ. അങ്ങനെ വർഷങ്ങളോളം പ്രാർത്ഥിച്ചൊരുങ്ങി വൈദികനായ ശേഷം ആ നവവൈദികൻ തൻ്റെ പ്രഥമ ബലിയർപ്പണത്തിൽ സാധാരണയിൽ നിന്ന് വലിയൊരു മാറ്റം കൊണ്ടുവന്നു. മെക്സിക്കോയിലെ ലാൻഡേസ് എബോഗോഡയിലാണ് സംഭവം. പുതുതായി തിരുപ്പട്ടം സ്വീകരിച്ച മെക്സിക്കൻ വൈദികൻ തൻ്റെ പ്രഥമ ബലിയർപ്പണം നടത്തിയത് അമ്മയുടെ കല്ലറക്കരികിലായിരുന്നു. തൻ്റെ ദൈവവിളിയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ അമ്മയെ ഓർമ്മിച്ചുകൊണ്ടാണ് ഫാദർ കാർലോസ് എലീനോ ഗാർസിയ സാന്റാന എന്ന വൈദികൻ ബലിയർപ്പിച്ചത്. നമുക്കറിയാം, തിരുപ്പട്ടം സ്വീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ വിശുദ്ധ കുർബാന അർപ്പണം സ്വന്തം ഇടവകയിലോ ചരിത്ര പ്രാധാന്യമുള്ള മറ്റേതെങ്കിലും പള്ളിയിലോ നടത്താറാണ് പതിവുള്ളത്. എന്നാൽ ഫാദർ ഗാർസിയ സാന്റാന തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ വളരെ വ്യക്തിപരമായ രീതിയിൽ ആരംഭിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ജൂൺ 30 മെക്സിക്കോയിലെ തൻ്റെ ജന്മനാടായ ലാൻഡേസ് എബോഗോഡയിൽ പട്ടം സ്വീകരിച്ച ഫാദർ കാർലോസ് ജൂലൈ 1 പ്രഥമ ബലിയർപ്പണം നടത്തിയത്. അമ്മയുടെ കല്ലറക്കരികിലെ എൽ റാഞ്ചിറ്റോ ചാപ്പലിൽ വെച്ച് നടന്ന ദിവ്യബലിയിൽ ബന്ധുക്കൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. അദ്ദേഹം തൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: തൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് പൗരോഹിത്യ യാത്രയിൽ അമ്മ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. സെമിനാരിയിൽ പ്രവേശിക്കാനുള്ള തൻ്റെ തീരുമാനത്തെ അമ്മ ആദ്യം എതിർത്തെങ്കിലും ദരിദ്രരെയും സമൂഹത്തെയും ഒരിക്കലും മറക്കാത്ത വിശുദ്ധനായ കരുണയുള്ള ഒരു പുരോഹിതനാകാൻ പിന്നീട് അമ്മ പ്രേരിപ്പിക്കുകയായിരുന്നു. അതുപോലെ ഫാദർ ഗാർസിയെക്കുറിച്ച് കൂടുതലായി പറഞ്ഞാൽ 2007 സെമിനാരിയിൽ പ്രവേശിച്ചുവെങ്കിലും 2013 സെമിനാരി പഠനം താൽക്കാലികമായി അദ്ദേഹത്തിന് നിർത്തേണ്ടി വന്നു. ക്യാൻസർ രോഗിയായ അമ്മയെ പരിചരിക്കാൻ ജീവിതം മാറ്റിവെച്ച നാൾ കൂടിയായിരുന്നു അത്. ചെറിയ ബിസിനസ് നടത്തുന്നതിനിടെ അദ്ദേഹം പഠനം തുടർന്നു. 2018 അമ്മ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. ഇതിനിടയിൽ അദ്ദേഹത്തിന് വല്ലാത്ത ആന്തരിക ശൂന്യത അനുഭവപ്പെട്ടിരുന്നു. തൻ്റെ യഥാർത്ഥ വിളി പൗരോഹിത്യത്തിൽ തന്നെയാണെന്ന് ഫാദർ കാർലോസ് തിരിച്ചറിഞ്ഞത് 2020 വിശുദ്ധവാര ശുശ്രൂഷകളുടെ സമയത്തായിരുന്നു. ബിഷപ്പും ആത്മീയ ഡയറക്ടറും പ്രോത്സാഹനം നൽകിയതോടെ അദ്ദേഹം സെമിനാരി രൂപീകരണം പുനരാരംഭിക്കുകയായിരുന്നു. അതുപോലെ ഫാദർ കാർലോസ് കൂട്ടിച്ചേർത്ത ഒരു കാര്യം, തൻ്റെ അമ്മ ഇതിനകം തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം ആസ്വദിക്കുന്നുണ്ടെന്ന് താൻ പ്രത്യാശിക്കുന്നു എന്നാണ്. മകനെ ദൈവത്തിൽ ചേർത്ത് വെച്ച അമ്മയ്ക്ക് മകൻ നൽകിയ വലിയ സമ്മാനം. മകന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ നിമിഷം അവനൊപ്പം നിന്ന അമ്മയ്ക്ക് ഇതല്ലാതെ എന്ത് സമ്മാനമാണ് ആ മകൻ ഇപ്പോൾ നൽകുക? ആ മകന്റെ ദിവ്യബലികളിലെല്ലാം ആ അമ്മയും അനുസ്മരിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. മകന്റെ പ്രാർത്ഥന പോലെ തന്നെ സ്വർഗത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ആ അമ്മയ്ക്ക് സാധിക്കുന്നുണ്ടാവണം. അതിനിട വരട്ടെ. ദൈവത്തിന് സ്തുതി.